വിധി പോൽ Shamlen glele holen reshe dalai un mesimi Barkimo Ashmoda Amin Uda Bro Amin Udruho Kadishna Idlo Kardan kayalirangi Manawalane shreshtajaryan Anikyum magudam ramyam Mahitajaryan മകുളം പാരം രുചിരം നിത്യവിരുന്നിൻ അതിമാ സത്യമണാള വരുന്നീ നിന്നോടൊപ്പം ഞങ്ങൾ മോനീശിടും സതതം. കർത്താവ് നിന്നെ നീതിയുടെ കിരീടമണിയിക്കുകയും അനശ്വരതയുടെ അലങ്കാരങ്ങളാൽ വിഭൂഷിതനാവുകയും ശത്രുവിന്റെ സർവശക്തിക്കുമെതിരായി അജേയമായ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. Kal soyo eklelo rishko hano soyem barisho വൈദിക ശമ്മാ ശമ്മാ ഇമ്പം നൽകൂ വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയ ശ്രേഷ്ഠാചാര്യൻ അണിക്കും മകുടം രമ്യം
മഹിതാചാര്യൻ മാരാ ദമ്പതികൾക്ക് ഇടുവാ മഷിഹാപ്രഭനാ രചിതം മകുടം പാരം രുചിരം മണവാളൻ തൻ മകുടം തിരുമുടിയോടുപമം മണവാട്ടിയുടെ മകുടം നീതിയുടെ കിരീടവും അനുസരിതയുടെ മോഹനീയ അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലമെല്ലാം സന്തോഷിക്കുവാൻ നിനക്ക് സംഗതിയാകട്ടെ. ശുഭചിഹ്നം താ ശ്രീമാ വിജയ കൊടിതാ ശ്രീമാ നമ്മെ രക്ഷിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ ഇഷ്ടം തോന്നുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ യഥാർത്ഥ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹ തൻ്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങളും അന്യോന്യം സന്തോഷിക്കുവാനിടയാകട്ടെ. കരുണയുള്ള തൻ്റെ വലത് നിങ്ങളുടെ മേൽ ആവസിപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ആയിരുന്ന കർക്കർസായുടെ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ സോയിൽ നിന്ന് ദൈവം നിങ്ങളെ സംരക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസാക്കിലും ഇസാക്ക് യാക്കോബിലും യാക്കോബ് യൗസേബിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവീനെന്ന് നോഹയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിലും ആവസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹങ്ങളും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് മഞ്ഞും മഴയും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തൻ്റെ പുത്രനായ യോസേപ്പിന് നൽകിയ അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിൽ ഇറങ്ങിയ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി അർപ്പിക്കാം. മണവാട്ടി നിൻ
ചെയ്യും ഹൃദയടയും നാടും മാസമാടും ഞാൻ അവർ പാടിരുളിൽ പൂക്കി ജീവധ്വനി കേട്ടപ്പോൾ കണ്ടു തെളിഞ്ഞാനന്ദിച്ചേ മോറിയോറാഹേ ആലയോ ആരാധേ നാദാ നിന്നുടെ യാതനയേയും വാതിൽ തുറന്നീ യാചന കേട്ടി ആത്മാക്കളുടെ കൃപ ചൊരിയണമേ ദൈവതനോജ ദമ്പതികളെയും ശിരസിൽ ചൂടിടും മകുടങ്ങളെയും വാഴ്ത്തിയിടേണം വലതുകരം നീട്ടി ദമ്പതികൾ തൻ നാമം ചൊല്ലി ആശീസിക്കേണം തേജോലോകത്തിവരുടെ കാലം വാഴ്വാർന്നിടേണം പാവനമാന ശുദ്ധരിവരണമേ ജനവിവരത്തെ എന്നേക്കും കിന്നരമേന്തി സ്തുതി പാടിടാനായി ഇവരുടെ വദനമുയർത്തും ഗാനം വാഴ്ത്തിയിടണമേ നീ സർവം ശ്രദ്ധിച്ചഭ്യർത്ഥനയെ കൈക്കൊള്ളുന്നോ നീ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിൽ കൃപയുണ്ടാകേണം. പ്രിയ സഹോദരങ്ങളെ, നാം ഏവരും ദൈവസന്നദ്ധിയിൽ സന്നിഹിതരായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ വരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവസന്നദ്ധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ പരിശുദ്ധ ബലിപീഠത്തിൻ്റെയും വിശുദ്ധ ശ്ലീബായുടെയും വിശുദ്ധ ഏവെങ്കേലിയോൻ്റെയും ഈ സമൂഹത്തിൻ്റെ മുമ്പാകെയാകുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും മനോഗതങ്ങൾ അറിയാത്തവൻ്റെ അല്ല അറിയുന്നവൻ്റെ സന്നിധിയിലത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാനതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും ഷമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച് സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകൾ മുഖാന്തരം യേശുമിശിഹായുടെ വലതു കൈ നാം എല്ലാവരിലും എപ്പോഴും വസിക്കുവാൻ ഇടയാകട്ടെ. വിശ്വാസികളെ, ഈ അനുശാസനങ്ങൾ നിങ്ങളെല്ലാവരോടും കൂടെ ഉള്ളതാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൾ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൾ അവനെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവം വർത്തിക്കണം. സ്വപ്രാണനെ പോലെ അവൻ അവളോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടെ അവൾ അവൻ്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ಆಕಾಶಮತ್ತು ಭೂಮಿಯ ಸೃಷ್ಟಿಕರ್ತನಾದ ದೇವರು ನಿಮ್ಮನ್ನು ಅನುಗ್ರಹಿಸಲಿ. ಈ ಮದುವೆಯ ಸಂಸ್ಕಾರದಲ್ಲಿ ಪಾಲ್ಗೊಂಡ ನಿಮ್ಮೆಲ್ಲರನ್ನು ಕರ್ತೃ ದೇವರು ಅರಸಿ ಆಶೀರ್ವದಿಸಲಿ.
ಕರ್ತರಾದ ದೇವರು ನಿಮಗೂ ನಿಮ್ಮಿಂದ ಅಗಲಿದವರಿಗೂ ಆಶ್ವಾಸನ ನೀಡಿ ಪುಣ್ಯಪಡಿಸುವಂತಾಗಲಿ. ಪಿತಾ ಸುತ ಪವಿತ್ರಾತ್ಮದ ದೇವರೇ, ಬಲಹೀನವು ಅಪೂರ್ಣವಾದ ನಮ್ಮ ಪ್ರಾರ್ಥನೆಗಳು ಅಪೇಕ್ಷೆಗಳು ನಿನ್ನ ಉನ್ನತವಾದ ಸಿಂಹಾಸನದ ಮುಂದೆ ಕೇಳಲ್ಪಟ್ಟು ಅಂಗೀಕೃತೋ ಸ್ವೀಕೃತವೂ ಆಗಲಿ. ಆಬೋ ಬಬ್ರೂಹೋ ಕಾದೇಶೋ ಶೋ ಬಬಕುಲ ಸಬಾಲ್ಲವಲ್ಮೀನ್ ಪ್ರೇಲಾಯಿಸೋ വിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങാൻ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ട ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് നാളെ രാജ്യം ശക്തിയും മഹത്വവും നിങ്ങൾക്കുള്ളതാകുന്നു. ആമേൻ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. സാക്ഷിയും വരന്റെ സാക്ഷിയും ആശംസകൾ. മരണമാല്യം ചാർത്തിയ നിങ്ങൾക്കാശംസകൾ. നൂറാശംസകൾ ആശംസകൾ. വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ. ഈ തിരുകർമ്മക്ക് നേതൃത്വം കൊടുത്ത് ഈ കുദാശ ആശീർവദിക്കുകയും ചെയ്തു. അഭിനവിതായനെ ആൽവിൻ്റെയും ശാന്തിയുടെയും കുടുംബാംഗങ്ങളുടെയും നാമത്തിൽ ഞാൻ ഹൃദയപൂർവ്വം നന്ദിയുടെ മറുപടികൾ അർപ്പിക്കുകയാണ്. തിരഞ്ഞെടുത്തില്ലേ ദൈവം തിരഞ്ഞെടുത്തില്ലേ. ना जिया जिंदगी एक पल भी तुझसे होके जुदा, सुन जरा बिन तेरे मुझसे नाराज था दिल, तू मिला है तो है कह रहा
तो तेरे रंग में रंग चुका हूँ, बस तेरा बन चुका हूँ। मेरा मुझ में कुछ नहीं, सब तेरा। मैं तो तेरे ढंग में ढल चुकी हूँ, बस तेरी बन चुकी हूँ। मेरा मुझ में कुछ नहीं, सब तेरा, सब तेरा, सब तेरा, सब तेरा। फिर दिल के रास्तों पे तेरी आहट जो हुई, हर धड़कन जश्न में है ये नात जो हुई। फिर दिल के रास्तों पे तेरी आहट जो हुई, हर धड़कन जश्न में है ये नात जो हुई। मैं तो तुझे मिलके जी उठी हूँ, तेरी धड़कन में छुपी हूँ। मेरा मुझ में कुछ नहीं, सब तेरा, सब तेरा, सब तेरा, सब तेरा। जिस पल तो साथ मेरे, उस पल में जिंदगी है। तुझे पाके पाया सब कुछ, कोई ख्वाहिश अब नहीं है। जिस पल तो साथ मेरे, उस पल में जिंदगी है। तुझे पाके पाया सब कुछ, कोई ख्वाहिश अब नहीं है। मैं तो बस तुझसे ही बना हूँ, तेरे बिन मैं बेवजह हूँ। मेरा मुझ में कुछ भी नहीं, सब तेरा, सब तेरा, सब तेरा, सब तेरा। छम छम चमक छम छम, छम छम चमक छम छम, छम छम चमक छम छम छम। नी പാടാതെ പാടുന്ന പാട്ടിൽ ഈ ചോളങ്ങൾ ചാഞ്ചാടും ചന്തം. ദിൽ കർദാ മഹിയാ ജാ, ദിൽ കർദാ नहीं लगदा हुण तेरे बिन दिल नहीं लगदा। हाय छम छम चमक छम छम, नीनू कादे नूकुन्न नीरम ई पूवागा पूकुन्न गंधम. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടതിനാൽ തനിക്ക് ചേർന്ന ഒരു ഇണയെ നൽകി ദൈവം ಮನುಷ್ಯಕುಲತೆ അനുഗ്രഹിച്ചു. ಆತ್ಮೀಯರೇ, ಮನುಷ್ಯ ಏಕಾಂಗಿಯಾಗಿರುವುದು ಒಳ್ಳೆಯದಲ್ಲ ಎಂದು ತಿಳಿದ ದೇವರು ಅವನಿಗೆ ಸರಿ ಬೀಳುವ ಸಹಕಾರಿಯನ್ನು ಸೃಷ್ಟಿ ಮಾಡಿ ಮನುಷ್ಯ ಕುಲವನ್ನು
ಅನುಗ್ರಹಿಸಿದರು. കോടിയമ്പാളയിലെ ആൽവിൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടതിനാൽ തനക്ക് ചേർന്ന പാണേമംഗളൂരിലെ ശാന്തിയെ ഇണയായി നൽകി ദൈവം ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചു. ಪುತ್ತೂರು ಧರ್ಮ ಪ್ರಾಂತ್ಯದ ಧರ್ಮಾಧ್ಯಕ್ಷರಾದಂಥ ಅತಿ ವಂದನೀಯ ಡಾಕ್ಟರ್ ವರ್ಗೀಸ್ ಮಾರ್ ಮಕಾರಿಯೋಸ್ ಬಿಷೋಪರ ಕಾರ್ಮಿಕತ್ವದಲ್ಲಿ ವಿವಾಹ ಎಂಬ ಸಂಸ್ಕಾರದ ಮೂಲಕ ಒಂದಾಗಿರುವ ಈ ನವ ದಂಪತಿಗಳನ್ನು ನಾವೆಲ್ಲರೂ ಎದ್ದು ನಿಂತು ಚಪ್ಪಾಳೆಯ ಮೂಲಕ ಈ ವೇದಿಕೆಗೆ ಬರಮಾಡಿಕೊಳ್ಳೋಣ. കാര്യം വിജയകരമാകണമെങ്കിൽ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. പനക്കലച്ചൻ ഇപ്രകാരമാണ് പറയുന്നത്: ഈ ഭൂമിയിൽ അണുബോംബിനേക്കിന്നും ശക്തിയുള്ള ഒരു ആയുധമുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയാണെന്ന്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആൽവിൻ്റെയും ശാന്തിയുടെയും കുടുംബജീവിതം വിജയകരമാകുവാനും ഇന്നത്തെ ഇവിടുത്തെ എല്ലാ പരിപാടികൾ വിജയകരമാകുവാൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വർഗീസ് അച്ഛൻ ഇപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, അച്ഛൻ ഈ കഴിഞ്ഞ 9-ാം തീയതിയാണ് തിരുപ്പട്ടം സ്വീകരിച്ചത്. അച്ഛൻ്റെ സാന്നിധ്യം ഒത്തിരി സന്തോഷമായിരുന്നു. അച്ഛനെ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹസ്വരൂപനായ കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മധ്യാഹ്ന സമയത്ത് ഇവിടെ കൂടി വരുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹസ്വരൂപനായ കർത്താവെ, ഈ ദിവസം വളരെ മനോഹരമാക്കി തീർത്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഒരു പുതിയ കുടുംബജീവിതത്തിലേക്ക് കടന്നു കയറിയ ഈ 2 മക്കളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഇവരുടെ ജീവിതത്തിൽ നീ നൽകിക്കൊണ്ട് ഒരു ഉത്തമ കുടുംബമായി, ക്രിസ്തീയ കുടുംബമായി മാറുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിൻ്റെ പരിശുദ്ധാത്മാ നൽവരങ്ങളാൽ ഇവർക്ക് നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇവരുടെ കുടുംബജീവിതം പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും ആയിത്തീരുവാനുള്ള കൃപ ഇവർക്ക് 2 പേർക്ക് നീ നൽകി അവിടുന്ന് നിൻ്റെ കൃപ ഇവരുടെ മേൽ വർഷിക്കണമേ. നീ ഈ കുടുംബത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ശാന്തിയും സമാധാനവും പ്രാർത്ഥനയും നിറഞ്ഞ നസറത്തിൽ തിരുക്കുടുംബം പോലെ ഇവരുടെ കുടുംബത്തിലും പ്രാർത്ഥനയും ശാന്തിയും സമാധാനവുമുള്ള ഒരു നല്ല കുടുംബ ജീവിതം ഇവർക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ആദാം ഹവ്വായോട് പറഞ്ഞതുപോലെ നീ എൻ്റെ മാംസത്തിൻ്റെ മാംസവും രക്തത്തിൻ്റെ രക്തവുമെന്ന് പ്രാർത്ഥിച്ചതുപോലെ ഇവർ തമ്മിൽ അതുപോലെ പറഞ്ഞ് നല്ല കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇന്ന് ഈ ദിവസം മുതൽ നീ അവരെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, നിൻ്റെ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. എല്ലാ കാര്യങ്ങളിലും നിൻ്റെ മാധ്യസ്ഥം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ. കർത്താവെ, ഇവർ പോകുന്ന വഴിക്കും അവർ ആയിരിക്കുന്ന സ്ഥലത്തും ഇവരുടെ ജോലി സ്ഥലങ്ങളിലും എപ്പോഴും ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന കുറവുകൾ, ബലഹീനതകൾ എപ്പോഴും മാതാവ് അവിടുന്ന് കണ്ടുകൊണ്ട് അത് പരിഹരിക്കുവാനുള്ള എല്ലാ മാർഗവും നിൻ്റെ തിരുക്കുമാരനോട് അപേക്ഷിച്ചുകൊണ്ട് നിൻ്റെ തിരുക്കുമാരൻ്റെ കുരിശിൻ ചുവട്ടിൽ വെച്ചുകൊണ്ട് ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ മാതാവിനോടുള്ള പ്രാർത്ഥന ചൊല്ലാം. നിന്റെ ദുർബലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ. ಆತ್ಮೀಯರೇ, ಈ ಸಂತೋಷದ ಈ ಸುದಿನದಲ್ಲಿ ನಮ್ಮೆಲ್ಲರ ನೆಚ್ಚಿನ ಆಲ್ವಿನ್ ಮತ್ತು ಶಾಂತಿ ಅವರಿಗೆ ಶುಭವನ್ನು ಹಾರೈಸಲು ಇಲ್ಲಿ ಸೇರಿದಂಥ ನಿಮಗೆಲ್ಲರಿಗೂ ಸ್ವಾಗತವನ್ನು ಕೋರುವುದು ನನ್ನ ಕರ್ತವ್ಯ. ನಮ್ಮೊಂದಿಗೆ ಆಲ್ವಿನ್ ಅವರ ಅಂಕಲ್ ಆದಂಥ ಅತಿ ವಂದನೀಯ ಫಾದರ್ ಫಿಲಿಪರ್ ಅವರು ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಫಾದರ್ ಅವರು ಒಮಾನಲ್ಲಿ ಈಗ ಸೇವೆ ಸಲ್ಲಿಸ್ತಾ ಇದ್ದಾರೆ. ಈ
ವಿವಾಹ ಸಂಭ್ರಮಕ್ಕೋಸ್ಕರ ಅನೇಕ ದಿನಗಳಿಂದ ಪ್ರಾರ್ಥನೆಯನ್ನೆಲ್ಲ ನೆರವೇರಿಸಿ ಇವರಿಗೆ ಬೇಕಾದ ಎಲ್ಲ ಮಾರ್ಗದರ್ಶನ ನೀಡಿದಂಥ ಫಾದರ್ ಫಿಲಿಪ್ಪರವರನ್ನು ಪ್ರೀತಿಯಿಂದ ನಾನು ನಿಮ್ಮೆಲ್ಲರ ಪರವಾಗಿಯೂ ನಮ್ಮ ಆಲ್ವಿನ್ ಶಾಂತಿಯವರ ಪರವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರ್ತಾ ಇದ್ದೇನೆ. ಜೊತೆಗೆ ಇವತ್ತಿನ ದಿವಸ ಈ ನವ ದಂಪತಿಗಳಿಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆಯನ್ನು ನೆರವೇರಿಸಿದ ನಮ್ಮೆಲ್ಲರ ನೆಚ್ಚಿನ ವರ್ಗೀಸ್ ಫಾದರ್ ಅವರಿಗೂ ಕೂಡ ಆಲ್ವಿನ್ ಶಾಂತಿ ದಂಪತಿಗಳ ಪರವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರ್ತಾ ಇದ್ದೇನೆ. ನಮ್ಮ ವಿಶಿಷ್ಟ ಅತಿಥಿಗಳು ಅಂದರೆ ಶಾಂತಿಯ ಡ್ಯಾಡಿ ಮಮ್ಮಿ ಆದಂಥ ಮರಿಯನ್ ವೇಗಸ್ ಮತ್ತು ಶಾರ್ಲೆಟ್ ವೇಗಸ್ ಇವರನ್ನು, ಶಾಂತಿಯ ಸಹೋದರಿಯಾದಂಥ ಶೈನಿ ವೇಗಸ್ ಮತ್ತು ಸೀಮಾ ವೇಗಸ್ ಇವರನ್ನು ನಾನು ಪ್ರೀತಿಯಿಂದ ಆಲ್ವಿನ್ ಶಾಂತಿ ದಂಪತಿಗಳ ಪರವಾಗಿಯೂ ಮಲಯಿಲ್ ರೋಸಮ್ಮ ದಂಪತಿಗಳ ಪರವಾಗಿ ನಾನು ಪ್ರೀತಿಯಿಂದ ನಿಮ್ಮನ್ನು ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಇವತ್ತಿನ ದಿವಸ ಪಾನೆಮಂಗಳೂರಿಂದ ಬಂದಂಥ ಎಲ್ಲ ನಮ್ಮ ಪ್ರೀತಿಯ ಅತಿಥಿಗಳು, ಶಾಂತಿಯ ಕುಟುಂಬಸ್ಥರು, ಫ್ರೆಂಡ್ಸ್ ಎಲ್ಲ ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಅವರನ್ನು ಕೂಡ ಮತ್ತೊಮ್ಮೆ ನಾನು ಪ್ರೀತಿಯಿಂದ ಆಲ್ವಿನ್ ಶಾಂತಿ ದಂಪತಿಗಳ ಪರವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಇದ್ದೇನೆ. ಇದರೊಟ್ಟಿಗೆ ನಮ್ಮೊಂದಿಗೆ ನೆಲ್ಲಿವಿಲಾ ಫ್ಯಾಮಿಲಿಯ ಮೆಂಬರ್ಸ್ ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ, ಮಲಯಿಲ್ ಫ್ಯಾಮಿಲಿಯವರು ನಮ್ಮೊಂದಿಗಿದ್ದಾರೆ. ಅವರನ್ನು, ಕೋಡಿಯಂಬಾಲದ ಸರ್ವ ಮಿತ್ರರನ್ನು, ನಮ್ಮ ಕರೆಗೆ ಹೋಗೊಟ್ಟು ಬಂದ ನಿಮ್ಮೆಲ್ಲರನ್ನು ಮತ್ತೊಮ್ಮೆ ನಾನು ಆಲ್ವಿನ್ ಶಾಂತಿ ದಂಪತಿಗಳ ಪರವಾಗಿಯೂ, ನೆಲ್ಲಿವಿಲಾ ಫಾದರ್ ಫಿಲಿಪ್ಪರವರ ಪರವಾಗಿಯೂ, ಮಲಯಿಲ್ ರೋಸಮ್ಮ ದಂಪತಿಗಳ ಪರವಾಗಿ ನಾನು ನಿಮ್ಮನ್ನು ಪ್ರೀತಿಯಿಂದ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಈ ನವ ದಂಪತಿಗಳನ್ನು ಮತ್ತು ಇವರ ಕುಟುಂಬಸ್ಥರನ್ನು ಈ ವೇದಿಕೆಗೆ ಪರಿಚಯಿಸುವುದು ನನ್ನ ಕರ್ತವ್ಯವಾಗಿದೆ. ಆದ ಕಾರಣ ವೇದಿಕೆಗೆ ನಾನು ಮೊದಲು ಆಲ್ವಿನ್ನ ತಾಯಿಯಾದಂಥ ರೋಸಮ್ಮರವರನ್ನು, ಆಲ್ವಿನ್ನ ಅಜ್ಜಿ ಅಂತ ಥಾಮಸ್ ಅಂಕಲ್ ಮತ್ತು ಅನ್ನಮ್ಮ ಆಂಟಿಯವರನ್ನು ವೇದಿಕೆಗೆ ಬರಮಾಡಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ನಾವೊಂದು ಒಳ್ಳೆಯ ಚಪ್ಪಾಳೆಯನ್ನು ತಟ್ಟಿ ಇವರನ್ನು ವೇದಿಕೆಗೆ ಬರಮಾಡಿಕೊಳ್ಳುವ. ಆಲ್ವಿನ ಸಹೋದರ ಆದಂಥ ಅಭಿನ್ ಅವರನ್ನು ಕೂಡ ವೇದಿಕೆಗೆ ಬರಮಾಡಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಒಂದು ಒಳ್ಳೆಯ ಚಪ್ಪಾಳೆಯನ್ನು ತಟ್ಟಿ ಈ ಕುಟುಂಬದವರನ್ನು ಈ ವೇದಿಕೆಗೆ ಸಂತೋಷದಿಂದ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಮಲಯಿಲ್ ವರ್ಗೀಸ್ ರೋಸಮ್ಮ ದಂಪತಿಗಳ ಜೀವನದಲ್ಲಿ ದೇವರು 2 ಕರಳ ಕೊಡಿಗಳನ್ನು ನೀಡಿ ಅವರ ಕುಟುಂಬ ಜೀವನವನ್ನು ಅನುಗ್ರಹಿಸಿದರು. ಆಲ್ವಿನ್ ಅವರ ಬಗ್ಗೆ ಹೇಳುವುದಾದರೆ, ತನ್ನ ವಿದ್ಯಾಭ್ಯಾಸವನ್ನೆಲ್ಲ ಮುಗಿಸಿದ ನಂತರ ಫೈರ್ ಆ್ಯಂಡ್ ಸೇಫ್ಟಿ ವಿಭಾಗದಲ್ಲಿ ಏಷ್ಯಾಟೆಕ್ ಅಕಾಡೆಮಿ ಮ್ಯಾಂಗ್ಳೂರಿನ ಓನರ್ ಆಗಿಯೂ ಪ್ರೊಫೆಸರ್ ಆಗಿಯೂ ಈಗ ಸೇವೆ ಸಲ್ಲಿಸ್ತಾ ಇದ್ದಾರೆ. ಆಲ್ವಿನ ಬಗ್ಗೆ ಹೇಳುವುದಾದರೆ, ಆಲ್ವಿನ್ ಸಣ್ಣದಿಂದಲೇ ತುಂಬ ದೈವ ಭಕ್ತ, ಸೌಮ್ಯ ಗುಣ, ಎಲ್ಲರನ್ನು ಗೌರವದಿಂದ ಕಾಣುವಂಥ ವ್ಯಕ್ತಿತ್ವ ನಮ್ಮ ಆಲ್ವಿನ್ರವರದು. ಯುವ ಜನತೆಗೆ ಒಂದು ರೋಲ್ ಮಾಡೆಲ್, ಒಬ್ಬ ಹುಡುಗನನ್ನು ತೋರಿಸಿ ಅಂತ ಹೇಳಿದರೆ ನಾನು ಕಣ್ಣು ಮುಚ್ಚಿ ನಮ್ಮ ಆಲ್ವಿನನ್ನು ತೋರಿಸ್ತೇನೆ. ಯಾಕೆಂತ ಹೇಳಿದರೆ ಸಣ್ಣ ಪ್ರಾಯದಿಂದಲೇ ನನಗೆ ಆಲ್ವಿನನ್ನು ತುಂಬ ಇಷ್ಟ. ಆಲ್ವಿನ್ ಮತ್ತೊಬ್ಬರೊಂದಿಗೆ, ತನ್ನಕ್ಕಿಂತ ಹಿರಿಯರೊಂದಿಗೆ ಯಾವ ರೀತಿ ಮಾತನಾಡಬೇಕು ಎಂಬುದನ್ನು ಆಲ್ವಿನನ್ನು ನೋಡಿ ಕಲಿಯಬೇಕು. ಅದಕ್ಕಿಂತಲೂ ಹೆಚ್ಚಾಗಿ ನನಗೆ ಆಲ್ವಿನ್ರ ಬಗ್ಗೆ ಹೇಳೋದಾದರೆ, ಆಲ್ವಿನ್ ಅವರ ಡ್ರೆಸ್ ಕೋಡ್ ಅಂತೂ ಮಾತೇ ಇಲ್ಲ. ತುಂಬ ನೀಟಾಗಿ ಡ್ರೆಸ್ ಮಾಡುವಂಥ ನಮ್ಮ ಆಲ್ವಿನ್ರವರು. ಆಲ್ವಿನ್ರ ಬಗ್ಗೆ ಇನ್ನೂ ಹೇಳಬೇಕು ಅಂತಾದರೆ ಈ ಸಮಯ ಸಾಕಾಗುವುದಿಲ್ಲ. ಅಷ್ಟು ಒಳ್ಳೆಯ ಗುಣಗಳ ಒಡೆಯ ನಮ್ಮ ಆಲ್ವಿನ್. ಶಾಂತಿಯವರೇ, ನಿಜವಾಗಿ ನೀವು ತುಂಬ ಲಕ್ಕಿ. ಆಲ್ವಿನ್ ಅವರ ಪ್ರೀತಿಯ ತಮ್ಮ ಅಭಿನ್ರವರು. ಆಲ್ವಿನ ಬಲಗೈ ಎಂದರೆ ಅಭಿನ್ರವರು. ಅಭಿನ್ರ ಬಗ್ಗೆ ಹೇಳುವುದಾದರೆ, ಶ್ರೀಯುತರು ITI ಮುಗಿಸಿ ಈಗ ಚಿಕ್ಕಮಗಳೂರಲ್ಲಿ ಕೆಲಸ ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. ತನ್ನ ಅಣ್ಣನ ಬಲಗೈಯಾಗಿ ಅಣ್ಣನ ಎಲ್ಲ ಒಳ್ಳೆಯ ಗುಣಗಳನ್ನು ತನ್ನ ಜೀವನದಲ್ಲಿ ಕೂಡ ಅಳವಡಿಸಿಕೊಂಡು ಅಣ್ಣನ ಮಾರ್ಗದರ್ಶನದಲ್ಲಿ ಆ ಕುಟುಂಬವನ್ನು ಮುನ್ನಡೆಸಲು ಸತಾ ಅಭಿನ್ ಅವರು ಪ್ರಯತ್ನಿಸ್ತಾ ಇದ್ದಾರೆ. ಇವತ್ತಿನ ದಿವಸ ಆಲ್ವಿನಕ್ಕಿಂತಲೂ ಅತಿ ಹೆಚ್ಚು ಸಂತೋಷದಲ್ಲಿರುವವರು ಅಭಿನ್ ಅವರು. ಯಾಕೆಂತ ಹೇಳಿದರೆ ಅಭಿನ್ನ ಲೈನ್ ಕ್ಲಿಯರ್ ಆಯಿತು. ಮುಂದೆ ಇನ್ನು ಅವನ ಬಗ್ಗೆ ಅವನಿಗೊಂದು ತೀರ್ಮಾನ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ ಅಂತ ಅವನು ನಿನ್ನೆಯಿಂದಲೇ ತುಂಬ ಸಂತೋಷದಲ್ಲಿದ್ದೇನೆ. ಆತ್ಮೀಯರೇ, ಈ ಕುಟುಂಬವನ್ನು ಪರಿಚಯಿಸುವಾಗ ನಾನು ನಮ್ಮೆಲ್ಲರ ನೆಚ್ಚಿನ ಅಂಕಲ್ ಥಾಮಸ್ ನೆಲ್ಲಿವಿಳ ಅಂಕಲ್ ಮತ್ತು ಅನ್ನಮ್ಮ ಆಂಟಿಯ ಬಗ್ಗೆ ಹೇಳದಿದ್ದರೆ ಅದು ತಪ್ಪಾಗದು. ಯಾಕೆಂತ ಹೇಳಿದರೆ ಥಾಮಸ್ ಅಂಕಲ್ ಮತ್ತು ಅನ್ನಮ್ಮ ಆಂಟಿಯವರ ಪ್ರಾರ್ಥನೆಯ ಫಲವೇ ಇಂದು ಈ ವೇದಿಕೆಯಲ್ಲಿ ಕಾಣುವಂಥ, ಈ ಸಭಾಂಗಣದಲ್ಲಿ ಕಾಣುವಂಥ ಈ ಸಂತೋಷಕ್ಕೆಲ್ಲ ಕಾರಣ ಇವರ ಪ್ರಾರ್ಥನೆ. ನೆಲ್ಲಿವಿಳ ಕುಟುಂಬದ ಬಗ್ಗೆ ಹೇಳುವುದಾದರೆ, ತಮ್ಮ ಜೀವನದಲ್ಲಿ ದೇವರಿಗೆ ಮೊದಲನೇ ಸ್ಥಾನವನ್ನು ಕೊಡುವಂಥ ಒಂದು ಕುಟುಂಬಸ್ಥರು. ಇವರ ಪ್ರೀತಿಯ ಪುತ್ರ, ನಮ್ಮೆಲ್ಲರ ನೆಚ್ಚಿನ ಫಿಲಿಪ್ ಫಾದರ್ ಅವರ ಬಗ್ಗೆ ನಿಮಗೆ ಗೊತ್ತಿದೆ.
ಅದೇ ರೀತಿಯಾಗಿ ಜಾನ್ ನೆಲ್ಲಿವಳ ಫಾದರ್ ಬಗ್ಗೆ ನಿಮಗೆ ಗೊತ್ತಿದೆ. ನಮ್ಮ ಒಬ್ಬರು ಸಿಸ್ಟರ್ ಆಂಟಿ ಕೂಡ, ರೋಸ್ತರ ಸಿಸ್ಟರ್ ಅವರು ಅಮೇರಿಕಾದಲ್ಲಿ ಕೂಡ ಸೇವೆ ಸಲ್ಲಿಸ್ತಾ ಇದ್ದಾರೆ. ಪುತ್ತೂರು ಧರ್ಮ ಪ್ರಾಂತ್ಯಕ್ಕೆ ಇವರ ಈ ಕುಟುಂಬ ನೀಡುವ ಸೇವೆ ಅದ್ಭುತವಾಗಿದೆ. ನಾವು ಅದು ಶ್ಲಾಘನೀಯ. ಅದನ್ನು ನಾವು ಈ ಸಂದರ್ಭದಲ್ಲಿ ನೆನಪಿಸಿಕೊಳ್ಳಲೇಬೇಕಾಗ್ತದೆ. ಆತ್ಮೀಯರೇ, ನಾನು ಸಂತೋಷದಿಂದ ನಮ್ಮ ರೋಸಮಾಂಟಿಯನ್ನು ನಾನು ನಿಮ್ಮ ಮುಂದೆ ಪರಿಚಯಿಸ್ತಾ ಇದ್ದೇನೆ. ಸಣ್ಣದಿಂದಲೇ ಈ ಮಕ್ಕಳಿಗೋಸ್ಕರ ಹಗಲು ರಾತ್ರಿ ದುಡಿದು ಈ ಮಕ್ಕಳಿಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆಯನ್ನು ಮಾಡಿ ತಮ್ಮ ಜೀವನದ ಎಲ್ಲ ಈ ಮಕ್ಕಳು ಎಂದು ನೆನೆಸಿಕೊಂಡು ಜೀವನವನ್ನು ಈ ಮಕ್ಕಳಿಗಾಗಿ ಮುಡಿಪಾಗಿಟ್ಟವರೇ ನಮ್ಮೆಲ್ಲರ ನೆಚ್ಚಿನ ರೋಸಮಾಂಟಿ. ರೋಸಮಾಂಟಿಯವರು ಪ್ರಸ್ತುತ ಈಗ ಕಿಡ್ಸಲ್ಲಿ CEO ಆಗಿ ಆಶಾ ವರ್ಕರ್ ಆಗಿ ಕೂಡ ಸೇವೆ ಸಲ್ಲಿಸ್ತಾ ಇದ್ದಾರೆ. ನಾನು ತುಂಬ ಸಂತೋಷದಿಂದ ಆಲ್ವಿನ ಕುಟುಂಬವನ್ನು ಪರಿಚಯಿಸಿದ್ದೇನೆ. ನಾವೆಲ್ಲರೂ ಒಂದೊಳ್ಳೆ ಚಪ್ಪಾಳೆಯನ್ನು ಈ ಕುಟುಂಬಕ್ಕೋಸ್ಕರ ಸಲ್ಲಿಸೋಣ. ನಮ್ಮ ಇವತ್ತಿನ ಕೇಂದ್ರ ಬಿಂದು ಶಾಂತಿಯವರ ಬಗ್ಗೆ ಹೇಳುವುದಾದರೆ, ಮರಿಯನ್ ವೇಗಸ್ ಮತ್ತು ಶಾರ್ಲೆಟ್ ವೇಗಸ್ ಅವರ ಕುಟುಂಬ ಜೀವನದಲ್ಲಿ ಇವರ ವೈವಾಹಿಕ ತೋಟದಲ್ಲಿ ದೇವರು 3 ಗುಲಾಬಿಗಳನ್ನು ನೀಡಿ ಅನುಗ್ರಹಿಸಿದರು. ನಮಗೆ ಗೊತ್ತಿದೆ, 3 ರೋಸಸ್ ಎಂಬ ಟೀ ಪೌಡರ್ನ ಆ್ಯಡ್ ನೀವು ನೋಡಿರ್ಬೋದು. ಬಣ್ಣ, ರುಚಿ, ಶಕ್ತಿ ಎಂಬಂಗೆ 3 ಗುಲಾಬಿಗಳನ್ನು ಕೊಟ್ಟು ನಮ್ಮ ಮರಿಯನ್ ಮತ್ತು ಶಾರ್ಲೆಟ್ರವರ ಕುಟುಂಬ ಜೀವನವನ್ನು ದೇವರು ಅನುಗ್ರಹಿಸಿದರು. ಇದರಲ್ಲಿ ಮೊದಲಿಗರೆ ನಮ್ಮೆಲ್ಲರ ನೆಚ್ಚಿನ ಶಾಂತಿಯವರ ಬಗ್ಗೆ ಹೇಳೋದಾದರೆ, BCom ಮುಗಿಸಿ ಏನಪ್ಪಯ್ಯ ಹಾಸ್ಪಿಟಲಲ್ಲಿ ಅಕೌಂಟೆಂಟ್ ಆಗಿ ಸೇವೆ ಸಲ್ಲಿಸಿದ್ದಾರೆ. ಮುಂದೆ ನನಗೆ ಅನಿಸ್ತದೆ ತನ್ನ ಪತಿಯೊಂದಿಗೆ ಅದೇ ಸಂಸ್ಥೆಯಲ್ಲಿ ಅವರು ಸಹಕರಿಸ್ತಾರೆ ಎಂಬುದು ನನ್ನ ಅನಿಸಿಕೆ. ಏನೇ ಇರಲಿ, ತುಂಬ ಸೌಮ್ಯ ಗುಣದ, ತನ್ನ ಹೆಸರಿನ ಹಾಗೆ ಶಾಂತಿಯ ನೆಲೆ ಬೀಡು ಅಂತ ನಾವು ಬೇಕಿದ್ರೆ ಹೇಳ್ಬೋದು. ನಮ್ಮ ಆಲ್ವಿನರ ಜೀವನ ಸಂಗಾತಿಯಾದಂಥ ನಮ್ಮೆಲ್ಲರ ನೆಚ್ಚಿನ ಶಾಂತಿಯನ್ನು ನಾನು ತುಂಬ ಸಂತೋಷದಿಂದ ಈ ಸಭೆಗೆ ಪರಿಚಯಿಸ್ತಾ ಇದ್ದೇನೆ. ಶಾಂತಿಯವರ ತಂಗಿ ಶೈನಿ ವೇಗಸ್. ಶೈನಿಯವರೊಮ್ಮೆ ಕೈ ಮೇಲೆ ಮಾಡಿ, ಎಲ್ಲರೂ ನಿಮ್ಮನ್ನೊಮ್ಮೆ ನೋಡಲಿ. ಓಕೆ, ಶೈನಿ ವೇಗಸ್ರವರು BA ಮುಗಿಸಿ ದೇವಮಾತಾ ಇಂಗ್ಲೀಷ್ ಮೀಡಿಯಂ ಸ್ಕೂಲಲ್ಲಿ ಕ್ಲರಿಕಲ್ ಸ್ಟಾಫ್ ಆಗಿ ಸೇವೆ ಸಲ್ಲಿಸ್ತಾ ಇದ್ದಾರೆ. ಜೊತೆಗೆ MA ಕೂಡ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಅವರ ಮುದ್ದಿನ ತಂಗಿ ಸೀಮಾರವರು ಸೆಕೆಂಡ್ ಇಯರ್ BA ಸ್ಟೂಡೆಂಟ್ ಸಂಟ್ ಅಲೋಷಿಯಸ್ ಕಾಲೇಜ್ ಮ್ಯಾಂಗ್ಳೂರಲ್ಲಿ ವ್ಯಾಸಂಗ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ನಮ್ಮೆಲ್ಲರ ನೆಚ್ಚಿನ ಮರಿಯನ್ ವೇಗಸ್ ಮತ್ತು ಶಾರ್ಲೆಟ್ ವೇಗಸ್ರವರು ತುಂಬ ದೇವರ ಮೇಲೆ ನಂಬಿಕೆಯನ್ನಿಟ್ಟು ಕುಟುಂಬವನ್ನು ಸಾಗಿಸುವಂಥ ಒಂದು ಫ್ಯಾಮಿಲಿ. ಸರ್, ನಿಮ್ಮನ್ನು ಮತ್ತು ನಿಮ್ಮ ಎಲ್ಲರ ಮಿತ್ರರನ್ನು ನಮ್ಮ ಈ ಊರಿಗೆ ಕಡಬಕ್ಕೆ ನಾನು ಪ್ರೀತಿಯಿಂದ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. വിശ്വാസത്തിൻ്റെയും മുഴുവൻ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ദീപം തെളിയിക്കുകയാണ് നവദമ്പതികൾ. ഞാൻ ഈ ചടങ്ങിന് വേണ്ടി ആൽവിനെ ശാന്തിനെ ക്ഷണിക്കുന്നു. ನಾವೆಲ್ಲರೂ ಚಪ್ಪಾಳೆಯನ್ನು ತಟ್ಟೋಣ. ಇದೀಗ ಆಲ್ವಿನ್ ಶಾಂತಿಯವರು ದೀಪ ಬೆಳಗಿಸ್ತಾ ಇದ್ದಾರೆ. 2ನೇ ಕ್ಯಾಂಡಲನ್ನು ರೋಸಮಾಂಟಿ ಮತ್ತು ಆಲ್ವಿನ ಅಜ್ಜ ಅಜ್ಜಿ ಇವರು 3 ಜನ ಒಟ್ಟಿಗೆ ಸೇರಿಕೊಂಡು 2ನೇ ಕ್ಯಾಂಡಲನ್ನು ಉರಿಸ್ತಾ ಇದ್ದಾರೆ. ಮೂರನೆಯ ದೀಪವನ್ನು ಮರಿಯನ್ ವೇಗಸ್ ಮತ್ತು ಶಾರ್ಲೆಟ್ ವೇಗಸ್ ದಂಪತಿಗಳು ಉರಿಸಲಿದ್ದಾರೆ. ಪವಿತ್ರವಾದಂಥ ಈ ಕಾರ್ಯಕ್ಕೆ ನಾವು ಸಾಕ್ಷಿಗಳಾಗೋಣ. ರೋಸಮ್ಮ ಮತ್ತು ಅಭಿನ್ ಅವರು ದೀಪ ಬೆಳಗಿಸ್ತಾ ಇದ್ದಾರೆ. ಆಲ್ವಿನ್ ಶಾಂತಿಯವರೇ, ಈ ದೀಪ ಬೆಳಗಳು ಎಣ್ಣೆ ಅನಿವಾರ್ಯ. ನಿಮ್ಮ ಕುಟುಂಬ ಜೀವನ ಬೆಳಗಳು ನಿಮ್ಮಿಬ್ಬರ ಪರಸ್ಪರ ಪ್ರೀತಿ ಮತ್ತು ವಿಶ್ವಾಸ ಅತಿ ಅಗತ್ಯ ಎಂದು ಇಲ್ಲಿರುವ ಎಲ್ಲರ ಪರವಾಗಿ ನಾನು ನಿಮ್ಮಲ್ಲಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಅದೇ ರೀತಿ ಲೋಕದ ಬೆಳಕಾದಂಥ ಕ್ರಿಸ್ತ ಯೇಸು ನಿಮಗೆ ದಾರಿದೀಪವಾಗಿರಲಿ.
ನೀವು ಹೋಗುವ ಕಡೆಯೆಲ್ಲ ಅನೇಕರಿಗೆ ಬೆಳಕನ್ನು ಕೊಡುವ ಮಕ್ಕಳಾಗಿ ಜೀವಿಸಿರಿ ಅಂತೇಳಿ ಇಲ್ಲಿರುವಂಥ ಎಲ್ಲರ ಪರವಾಗಿ ನಾವು ನಿಮ್ಮಲ್ಲಿ ಬೇಡಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. ನಿಮಗೆ ಶುಭವನ್ನು ಹಾರೈಸ್ತಾ ಇದ್ದೇವೆ. ಕಟಿಂಗ್ ಸೆರೆಮನಿ ಈಗ ನಾವು ಇಲ್ಲಿ ನಡೆಸ್ತಾ ಇದ್ದೇವೆ. ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನಾನು ನಿಮ್ಮೆಲ್ಲರನ್ನು ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ನಾವೆಲ್ಲರೂ ಇದಕ್ಕೆ ಸಾಕ್ಷಿಗಳಾಗೋಣ. ಆದ್ಮೇಲೆ ಈ ಕೇಕ್ ಎಂಬ ವಸ್ತು ಮೊದಲು ಆಫ್ರಿಕಾದಲ್ಲಿ ಕಂಡುಹಿಡಿದಿದ್ದಾರೆ ಅಂತೇಳಿ ನಾನೊಂದು ಪುಸ್ತಕದಲ್ಲಿ ಓದಿದ್ದೇನೆ. ಕೇಕ್ ಎಂಬ ವಸ್ತುವನ್ನು ಯಾವಾಗಿಂದ ಕಂಡುಹಿಡಿದಾರೆ ಅವತ್ತಿನಿಂದ ಇಂದಿನವರೆಗೆ ಅದನ್ನು ಸಂತೋಷದ ಒಂದು ಸಂಕೇತವಾಗಿ ಅದನ್ನು ಪರಸ್ಪರ ಹಂಚಿಕೊಳ್ಳುವುದು ವಾಡಿಕೆ. ನಮಗೆ ಗೊತ್ತಿದೆ ಈ ಕೇಕಿಗೂ ಮತ್ತು ನಮ್ಮ ಕುಟುಂಬ ಜೀವನಕ್ಕೂ ಒಂದು ಸಂಬಂಧವಿದೆ. ಅದರ ಬಗ್ಗೆ ಹೇಳಲು ನಾನು ಇಷ್ಟಪಡ್ತಾ ಇದ್ದೇನೆ. ಶಾಂತಿಯವರೇ, ನಿಮಗೆ ಕೇಕ್ ಮಾಡಲಿಕ್ಕೆ ಬರ್ತದಾ? ಕೇಕ್ ಮಾಡಲಿಕ್ಕೆ ಬರ್ತದಾ? ಬರ್ತದೆ. ಓಕೆ. ಒಂದು ಕೇಕ್ ಮಾಡಬೇಕು ಅಂತಾದರೆ ಏನೆಲ್ಲ ಬೇಕು, ಯಾವ ರೀತಿ ಮಾಡಬೇಕು ಎಂಬುದು ಸ್ವಲ್ಪ ಒಂದು ಮಾಹಿತಿ ಕೊಡಿ ನಮಗೆ. ಕೇಕ್ ಇದು ಪೌಡರ್, ಯಾವುದು ಫ್ಲೇವರ್ ಬೇಕು ಅದು ಸಿಮರವ್ರು ಹೆಲ್ಪ್ ಮಾಡಿ. ಕ್ರೀಮ್, ಎಸೆನ್ಸ್, ಶುಗರ್, ಎಗ್, ಓಕೆ, ಕರೆಕ್ಟ್. ಓವನ್ ಬೇಕು. ಇಷ್ಟೆಲ್ಲ ಇದ್ರೆ ಸಾಕಾಗ್ತದಾ? ಇಲ್ಲ, ಅದನ್ನೇನು ಮಾಡಬೇಕು ಶಾಂತಿ ಅವರೇ? ಬೇಯಿಸಬೇಕು ಅಲ್ವಾ? ಬೇಯಿಸಿದ್ರೆ ಸಾಕಾಗೋದಿಲ್ಲ, ಅದನ್ನು ಫ್ರಿಜ್ಜಲ್ಲಿಟ್ಟು ನಾವು ಕೋಲ್ಡ್ ಮಾಡಬೇಕು ಅಲ್ವಾ? ನಮ್ಮ ಜೀವನವೆಂಬುದು ಹಾಗೆ. ನೀವಿಬ್ಬರು ಮಾತ್ರ ತೀರ್ಮಾನ ಮಾಡಿದರೆ ಜೀವನವಾಗುವುದಿಲ್ಲ. ಅದಕ್ಕೆ ನೀವು ಈಗ ಸ್ವಲ್ಪ ಮುಂಚೆ ಹೇಳಿದಾಗೆ ಏನೆಲ್ಲ ಎಸೆನ್ಸ್ ಬೇಕು, ಮೈದಾ ಬೇಕು, ಹೆಗ್ ಬೇಕು ಅಂತ ಹೇಳಿದಾಗೆ ನಮ್ಮೆಲ್ಲ ಫ್ಯಾಮಿಲಿ ಮೆಂಬರ್ಸ್ನವರ ಸಹಕಾರ ಬೇಕು. ಅದರ ಜೊತೆಗೆ ದೇವರು ಕೂಡ ಇದ್ದರೆ ನಮ್ಮ ರುಚಿಯಾದಂಥ ಒಂದು ಕೇಕ್ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ. ಆದರೆ ನಮ್ಮ ಜೀವನದಲ್ಲಿ ಕೆಲವೊಮ್ಮೆ ಬಿಸಿಯಾದಂಥ ಅನುಭವಗಳು ಬರ್ತದೆ. ಆ ಸಮಯದಲ್ಲಿ ಕೆಲವೊಮ್ಮೆ ತಂಪಾದಂಥ, ನಾವು ಹೇಳಿದ್ದೇವಲ್ಲ ಫ್ರಿಜ್ಜಲ್ಲಿ ಇಡುವಾಗ ತುಂಬ ಕೋಲ್ಡ್ ಆಗ್ತದೆ. ಕೆಲವೊಮ್ಮೆ ನಮ್ಮ ಜೀವನದಲ್ಲಿ ತಂಪಾದಂಥ ಅನುಭವಗಳು ಕೂಡ ಬರ್ತವೆ. ಆ ಸಂದರ್ಭದಲ್ಲಿ ನೀವು ಯೇಸುವನ್ನು ಗಟ್ಟಿಯಾಗಿ ಕೈಯಲ್ಲಿ ಇಟ್ಕೊಂಡ್ರೆ ಖಂಡಿತ ನೀವು ಇವತ್ತು ರುಚಿಯಾದಂಥ ಕೇಕ್ ಇಲ್ಲಿ ನಾವು ತಿನ್ನುವ ಹಾಗೆ ನಿಮ್ಮ ಜೀವನ ರುಚಿಯಾಗಿರಲು ಸಾಧ್ಯವಾಗ್ತದೆ. ಓಕೆ, ನಾವೆಲ್ಲರೂ ಸಂತೋಷದಿಂದ ಈ ಕೇಕ್ ಕಟ್ಟಿಂಗ್ ಸೆರೆಮನಿಗೆ ಭಾಗವಹಿಸೋಣ. ಮೊದಲು ಆಲ್ವಿನ್ ಮತ್ತು ಶಾಂತಿಯವರು ಕೇಕ್ ಕಟ್ ಮಾಡಿ ಪರಸ್ಪರ ನೀಡಲವರ ತಾಯಿಯಾದಂಥ ರೋಸಮ್ಮ ಮತ್ತು ಸಹೋದರನಾದ ಆಬಿನ್ ಅವರಿಗೆ ಕೇಕನ್ನು ನೀಡಲಿದ್ದೇವೆ. ನಾವೆಲ್ಲರೂ ಚಪ್ಪಾಳೆಯನ್ನು ತಟ್ಟಿ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸಾಕ್ಷಿಗಳಾಗೋಣ. ಆತ್ಮೀಯರೀಗ ವೈನ್ ಟೇಸ್ಟಿಂಗ್ ನಡೀತಾ ಇದೆ. ಆಲ್ವಿನ್ ಮತ್ತು ಶಾಂತಿಯವರನ್ನು ಪ್ರೀತಿಯಿಂದ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇನೆ. ಅನುಷಾ, ಅಜಿತ್ ವೇದಿലേക്ക് കടന്നു വരിക. അടുത്തതായി മധുരം വെക്കൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ആൽവിൻ ശാന്തിയുടെ നിങ്ങളുടെ കുടുംബജീവിതം ഈ മധുരം വെക്കൽ ചടങ്ങ്. നമ്മുടെ പ്രിയപ്പെട്ട അജിത്തും അനുഷയും ഇവർ വിവാഹിതരായി 9 മാസമേ ആയിട്ടുള്ളൂ. നമ്മുടെ അജിത്ത് മാംഗ്ലൂർ ഫോക്കസ് ഓട്ടോമൊബൈൽസ് ജോലി ചെയ്യുന്നു. അനുഷ BP കമ്പനിയിൽ മാംഗ്ലൂരിൽ സേവനം ചെയ്യുന്നു. മധുരം വെക്കട്ടെ എന്ന് ഈ സമൂഹത്തിൻ്റെ അനുവാദം ചോദിക്കുന്നത് നിന്റെ കടമയാണ്. ഞാൻ മൈക്ക് അനുഷയ്ക്ക് കൊടുക്കുകയാണ്. മണവാള ചെറുക്കനും മണവാട്ടി പെണ്ണിനും മധുരം വെക്കട്ടെ. മണവാള ചെറുക്കനും മണവാട്ടി പെണ്ണിനും മധുരം വെക്കട്ടെ. കേട്ടില്ല. മണവാള ചെറുക്കനും മണവാട്ടി പെണ്ണിനും മധുരം വെക്കട്ടെ. നല്ല കൈയടി കൊടുത്താലോ. ഈ മധുരം വെക്കൽ ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. നമുക്കും ഈ നവദമ്പതികൾക്ക് ഒരു നല്ല എല്ലാവരുടെ അനുവാദത്തോടെ ഇപ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. അനുഷ
ശാന്തിനെ വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് വീണ്ടും ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ അനുഷ ശാന്തിനെ ഡ്രസ് ചേഞ്ചിങ്ങിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. मधुर संगीत वाजता, कोंकणी सोनाद गाजता, गायताना कोंकणी गायाना सगळे कोंकण कुशेन नाचता. मधुर संगीत वाजता, कोंकणी सोनाद गाजता, गायताना कोंकणी गायाना सगळे कोंकण कुशेन नाचता. नाच 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 हे तू नाच कोंकणा, फुलोवन तुझी सोपणा. नाच 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 हे तू नाच कोंकणा, फुलोवन तुझी सोपणा. संगीतकारांनी उंचल्या उतरांनी तुझी पोदां घडोवन गायली. बरयणारांनी आपल्या बरपांनी तुझ्या चेप्याक पाखां लायली. संगीतकारांनी उंचल्या उतरांनी तुझी पोदां घडोवन गायली. बरयणारांनी आपल्या बरपांनी चेप्याक पाखां लायली. ഒഴുകി ഒഴുകി ഞാൻ ഇന്നും എന്നും ഒരു പുഴയാ ആരാധികേ. മഞ്ഞുതീരും വഴിയരികെ കാത്തു നിന്നു മിഴി നിറയെ. പോകിലും അകലേക്കുമായിലും എന്നാശകൾ തൻ മൺതോണിയുമാ തുഴഞ്ഞരികെ ഞാൻ വരേ. നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നും എന്നും ഒരു പുഴയാ. ऐसे बुरे हम भी नहीं, देखो कभी तो प्यार से डरते हो क्यों हो तुम बेहद हंसी. ऐसे बुरे हम भी नहीं, खुलता नहीं एक दिल रुबा. तुम हमसे खुश हो या हो खफा, फिर क्यों बेजार से देखो कभी तो प्यार से डरते हो क्यों.
ജീവൻ വീരുന്നായി നൽകും ഏകദൈവം നീ. ജീവനിലൊന്നായി ചേരും ആത്മബന്ധം നീ. സ്വർഗീയമാം പാതേയമായി കാരുണ്യത്തിൻ സാഫല്യമായി നിത്യം പൂവിൽ ആഹാരമാകുന്നു നീ. ജീവൻ വീരുന്നായി നൽകും ഏകദൈവം നീ. ജീവനിലൊന്നായി ചേരും ആത്മബന്ധം നീ. സ്വന്തമായതെന്തുമങ്ങ് സ്നേഹമോടെ തന്ന ദാനം മുറിവുകളിൽ പകർന്നു സാന്ത്വനം നിൻ ജീവതൈലം. നിറമനസോടെ മീട്ടും നിത്യജീവനായി ദേഹം ആത്മരക്ഷയ്ക്കായി നൽകും സ്വർഗരാജ്യത്തിൻ്റെ സ്വാദം നാഥാ യേശുനാഥാ. നീ എൻ ജീവനിലലിഞ്ഞു ചേർന്നു ജീവൻ വീരുന്നായി നൽകും ഏകദൈവം നീ. നിന്റെ മൃദുസ്പർശനത്താ കൃപ എന്നിൽ പെയ്തിറങ്ങി ആഴി തന്നഗാധം പോലെ ശാന്തി തൻ പ്രവാഹമായി നിത്യവും തുളുമ്പുമങ്ങേ പരമകാരുണ്യമെന്നിൽ സുഹൃതസുമങ്ങളായി ജീവനുണർന്നിടുന്നു നാഥാ യേശുനാഥാ. നീ എൻ്റെ അനുഗ്രഹപ്പൂമഴയാ ജീവൻ വീരുന്നായി നൽകും ഏകദൈവം നീ. ജീവനിലൊന്നായി ചേരും ആത്മബന്ധം നീ. സ്വർഗീയമാം പാതേയമായി കാരുണ്യത്തിൻ സാഫല്യമായി നിത്യം ഭൂവിൽ ആഹാരമാകുന്നു നീ. ജീവൻ വീരുന്നായി നൽകും ഏകദൈവം നീ. ജീവനിലൊന്നായി ചേരും ആത്മബന്ധം നീ. सूर्याची किरणा बांधतील तरुणा तू येताना आज
आज मुझ्या लग्नान होकलेच्या नेसणार मोजन जाताना सूर्याची किरणा बांधतेली तरुणा तू येताना आज मुझ्या लग्नात होकलेच्या नेसणार मोजन जाताना वर सांतावून मुझ्या कल्पनाच्या आंजा रूपणे तुझे मुझ्या काळजांत कोणसो नासले लाकांत एकले तू मुझे होकले माकास दिवच्या तुका देवान रसले लाकांत एकले तू मुझे होकले माकास दिवच्या तुका देवान रसले